ആ കുടുംബത്തിന്റെ കാര്യം ഇപ്പം ഭയങ്കര കഷ്ടത്തിലാണ്. രേണു ചേച്ചി ഇപ്പൊ ഒരുപാട് സൈബർ ബുള്ളിങ്ങിനൊക്കെ ലൂടെ കടന്നു പോകുന്നു, നെഗറ്റീവ് കമന്റ്സ് ഫേസ് ചെയ്യുന്നു. അപ്പോ അതിനെ പറ്റിയൊക്കെ ചേട്ടന് എന്താ തോന്നുന്നത്? എനിക്ക് അതൊന്നും നമ്മളൊന്നും പറയാൻ അറിയാനില്ല. നമ്മളതൊരു ആരും 200-250 വയസ്സ് വരെ ഒന്നും ജീവിച്ചിരിക്കാൻ പോലില്ല. അവരവർക്ക് കുറച്ച് ജീവിതങ്ങളൊക്കെ ഉള്ളൂ. അവരവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ അവരവർക്ക് സന്തോഷം തരുന്ന രീതികളിൽ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ലേ? ആ, അതെ. അപ്പൊ നമ്മളെ ജോലി എന്താണ്? ഇതല്ലാതെ ഇത് തന്നെയാണ്. അത് ഇതിന്റെ ഒരു സന്തോഷം കൊണ്ട് ചെയ്യുന്നല്ലേ? അല്ലേ? ഒരു വരുമാനം ഉറക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു പാഷൻ ആയിരിക്കും, ഉപജീവന മാർഗമായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതികളിൽ ജീവിക്കട്ടെ. ഒരുപാട് ഒന്നുമില്ല, കുറച്ച് ജീവിതങ്ങളൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കട്ടെ. എന്നെന്താ? തങ്കച്ചൻ എനിക്ക് പേഴ്സണലി വളരെ പ്രിയപ്പെട്ട ഒരു മിമിക്രി കലാകാരനാണ്. നമ്മുടെ കൊല്ലം സുധിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളോട് ഞാൻ 101% യോജിക്കുന്നു. രേഷ്മ പി തങ്കച്ചൻ അഥവാ രേണു സുധി, അവർക്കിഷ്ടമുള്ള ജോലി ചെയ്ത് അവർ ജീവിക്കട്ടെ. ഒരിക്കലും അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ആൽബമോ ഒരു ഷോർട്ട് ഫിലിമോ എടുത്ത് ഒരിക്കലും ഞാൻ ഇതുവരെ ഇനി ചെയ്യത്തുമില്ല, റിയാക്ട് ചെയ്യില്ല. ഒരിക്കലും അതിനകത്തെ മോശങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞാൻ ചെയ്യില്ല. കാരണം അവരുടെ ഇഷ്ടമാണ് അവർ ചെയ്യുന്ന ജോലി. അവർക്ക് അതിനകത്തുനിന്ന് വരുമാനം കിട്ടുന്നുണ്ട്, അവരുടെ ജീവിത മാർഗമാണ്, ചെയ്യട്ടെ. പക്ഷേ ഇവിടെ എന്നെപ്പോലുള്ള ആളുകൾ റിയാക്ട് ചെയ്യുന്നത് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി ഓൺലൈൻ മീഡിയയിലൂടെ ഇൻ്റർവ്യൂകൾ കൊടുത്ത് പല വിടുവായിത്തരം പറയുന്നത് കൊണ്ടാണ് അവരെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഇതുവരെയായിട്ടും ഒരിക്കൽ പോലും അവർ ചെയ്യുന്ന വർക്കിനെ വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. എൻ്റെ ആദ്യം തൊട്ടുള്ള വീഡിയോകൾ, ഈ ഒരു ലേഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലേതിലൊക്കെയോ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരുടെ ഇഷ്ടമാണ് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ ആൽബത്തിൽ അഭിനയിക്കുന്നത്. അവർ തന്നെ 1-2 ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്ക് വളരെ ഇഷ്ടമാണെന്ന്. ചെയ്യട്ടെ, ചെയ്ത് കാശുണ്ടാക്കട്ടെ, ജീവിക്കട്ടെ. എന്തിന് ഓൺലൈൻ മീഡിയകളിൽ ഇൻ്റർവ്യൂകൾ കൊടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നു? ഈ കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ വീടുമായി ബന്ധപ്പെട്ടിട്ട് അവർ തന്നെയല്ലേ അത് കുത്തിപ്പൊക്കി ഇളക്കിയത്? കുത്തിപ്പൊക്കി ഇളക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിപ്പൊക്കി ഇളക്കി സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടുകൊടുത്തത് ഒരു മീഡിയക്കാരനോട് ചോദിക്കാൻ. അത് ആ ഒരു വ്യക്തിയുടെ അച്ഛൻ തന്നെ, തങ്കൻ തന്നെ പറയുന്ന കേട്ടു. നമ്മുടെ ഈ ചേട്ടനല്ല, തങ്കൻ ചേട്ടൻ, നമ്മുടെ രേഷ്മ സുധിയുടെ അച്ഛൻ, അയാൾ തന്നെ പറയുന്നത് നമ്മൾ കേട്ടു. ഓൺലൈൻ മാധ്യമത്തിനോട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചോദിപ്പിച്ചതാണെന്നുള്ള രീതിയിൽ. എന്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കുന്നു? പിന്നെ അതിൻ്റെ പേരിൽ ഇത്രയും ചർച്ചകൾ, കോൺട്രവേഴ്സികൾ ഉണ്ടാവുന്നു. നെഗറ്റീവ് റീച്ചിന് വേണ്ടിയോ, പബ്ലിസിറ്റിക്ക് വേണ്ടിയോ? ഈ ഒരു ചോദ്യം ഇതാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഈ വീടുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സികൾ തുടങ്ങാനുള്ളൊരു കാരണം ഫിറോസ്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ മിക്ക വീഡിയോയിലും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ അടുത്താണ്, ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല ആ വീടുണ്ടാക്കി ഇവർക്ക് കൊടുത്തിട്ട്, കൂടിപ്പോയാൽ 1-2 വർഷം. അതിനിടയിൽ ഒരു വീട് ഇത്രയും അധികം നാശമാകണമെങ്കിൽ അകത്തെ വൃത്തിയില്ലായ്മ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ വീടിൻ്റെ മറ്റേ പൊട്ടിപ്പൊളിയുന്നതും, പിന്നെ ആ ഫ്രണ്ടിൽ നിന്ന് തൂവാനമടിച്ച് കയറുന്നതും, പിന്നെ ഇപ്പം ഇന്നലത്തെയോ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ അവർ കാണിക്കുന്ന കണ്ടല്ലോ, കുറേയൊക്കെ ജിപ്സോ ഒക്കെ പൊളിഞ്ഞു കിടക്കുന്നത്. ഈ പരിപാടിയൊക്കെ ആ വീട്ടിൽ ഉള്ള, അല്ലെങ്കിൽ ഈ വീട് പണിഞ്ഞു കൊടുത്തപ്പം കൺസ്ട്രക്ഷനകത്ത് വന്ന പിഴവ് തന്നെയാണ്. ഞാനിത് ആദ്യം തൊട്ട് ചോദിക്കുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് കൺസ്ട്രക്ഷനകത്തുള്ള പിഴവ് എന്തായാലും ഈ വീട് ഉണ്ട്, ഈ വീട്ടിലെ ഉണ്ട്, 101% ഉണ്ട്. അതിപ്പോൾ ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി വന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി കാണുന്നുണ്ടെങ്കിൽ താങ്കൾക്കറിയാം ഇത്രയും പ്രശ്നങ്ങൾ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. പിന്നെ നിങ്ങൾ പറയുന്നതിനകത്ത് ഒരു സൈഡിൽ നമ്മൾ കൂടെ നിൽക്കുന്നു. ഇപ്പം രേഷ്മ പി തങ്കച്ചനാണെങ്കിലും ഈ വീഡിയോ അവരിങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്. അവർ സോഷ്യൽ മീഡിയ വഴി അല്ലായിരുന്നു ഇത് ജനങ്ങളെ അറിയിക്കേണ്ടത്. അവർ പ്രോപ്പറായിട്ട് ഈ വീടിനുള്ള പ്രശ്നങ്ങളൊക്കെ വീഡിയോ എടുത്ത് നേരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ, ഫസ്റ്റ് പോലീസിൽ പോകുന്നതിന് മുമ്പ് ആദ്യമേ ഈ വീടിന് ഉണ്ടാക്കാൻ മുന്നിട്ട് നടന്ന ഫിറോസ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണമായിരുന്നു. അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് അദ്ദേഹം മൈൻഡ് പോലും ചെയ്യുന്നില്ലെങ്കിൽ ലീഗലായിട്ട് പോലീസ് സ്റ്റേഷൻ വഴി, ഇതാ ഞങ്ങൾക്ക് വിറ്റ് തന്ന വീടാണ്, അതിനിതാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ പോകണമായിരുന്നു. അവിടെയും നിങ്ങൾ തോറ്റു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് പറയാം, 100% ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ വന്നിട്ട് പറഞ്ഞായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും കൂടെ നിന്നേനെ. ഇത് പക്ഷേ നിങ്ങൾ നേരെ വന്ന് ഇങ്ങോട്ട് നിങ്ങളെ കൊണ്ട്, നിങ്ങൾ ഓൺലൈൻ മീഡിയക്കാരുണ്ട്, നിങ്ങളുടെ അടുക്കൽ ചോദിപ്പിച്ചിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ വിളമ്പി. അതാണ് ആരും കൂടെ നിൽക്കാഞ്ഞത്. ഇനി ഫിറോസിലേക്ക് വരികയാണെങ്കിൽ, ഫിറോസ് ലേറ്റസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന വീഡിയോ, മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ, ഫിറോസിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.
ഇത് കേൾക്കുമ്പോൾ കുറേ ആളുകൾക്ക് അങ്ങ് പൊളിയും, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ തെറ്റ് എവിടെ കണ്ടാലും ഞാൻ പറയും. അതിപ്പോൾ എൻ്റെ സൈഡിലാണെങ്കിൽ മറ്റുള്ളവർ പറയട്ടെ, തെറ്റുകൾ പറ്റാത്ത മനുഷ്യനില്ല, എല്ലാവർക്കും തെറ്റുകൾ പറ്റും. ഫിറോസ് പക്ഷേ ഒരു എടുത്തുചാട്ടമായി പോയി ഫിറോസിന്റെ വീഡിയോ, അല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു രേഷ്മ പി തങ്കച്ചനും അവരുടെ അച്ഛൻ തങ്കച്ചനെതിരെയും ഒരു അലിഗേഷനും കൊണ്ട് ഇറങ്ങിയപ്പോൾ അതൊരു എടുത്തുചാട്ടമായി പോയി എന്ന് നമുക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ട് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താണെന്ന് അദ്ദേഹം തന്നെ പറയും, നിങ്ങളിത് കേട്ടോ. കൊല്ലം സുധിയുടെ വീടിൻ്റെ പാച്ച് വർക്കുമായിട്ട്, അല്ലെങ്കിൽ അതിന് അവർ കാണിച്ച ഔട്ട്സൈഡ് ഇഷ്യൂസുമായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അത് അവർ പൊളിക്കുന്നുണ്ട്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അവിടെ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തത്. അല്ല, അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ പല കാര്യങ്ങളും ഈവൻ പടവ് കൊച്ചു സുധി എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിൽ ഒരാൾ വന്നിട്ടാണ് ചെയ്തത്. അതേപോലെ ജിപ്സം പ്ലാസ്റ്ററിങ് നമ്മുടെ ഒരു സുഹൃത്ത് ചെയ്തതാണ്, ഡോറ് വേറെ ആൾ വെച്ചതെന്നാണ്. അവിടുത്തെ ടൈൽ വർക്ക് ഷെറിൻ ഷാ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ KFTU എന്ന് പറയുന്ന ഒരു സംഘടന ചെയ്തതെന്നാണ്. ഇതൊക്കെ സൗജന്യമായിട്ട് ചെയ്തതാണ്. പക്ഷെ അതിനകത്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എനിക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഞാനാണ്. എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അത്. ജിപ്സം പ്ലാസ്റ്ററിങ് ഔട്ട്സൈഡിൽ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, മാക്സിമം ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടെയും അവിടെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അതേപോലെ ആ മിസ്റ്റേക്കിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്തേ പറ്റുള്ളൂ ചേട്ടാ, ഏറ്റെടുത്തേ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അവിടെ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവും ഇല്ല, ആ തൂവാനം അടിച്ച് കയറുന്ന ഫ്രണ്ടിലത്തെ ഗ്രില്ല് നമ്മളെല്ലാവരും കണ്ടതാണ്, ആ ഗ്രില്ലിലൂടെ തൂവാനം അടിച്ച് കയറുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അവിടെ എന്നാണ് നിങ്ങൾ ആദ്യം തൊട്ട് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? വീഡിയോ കാണുന്ന നിങ്ങൾ പറ, അങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദാ എന്നിട്ട് വന്നിട്ട് സമ്മതിക്കുകയാണ് ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആദ്യമേ ഒന്ന് പോയി നോക്കാമായിരുന്നല്ലോ. ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തിയോടാണ്, നിങ്ങൾക്ക് നോക്കാമായിരുന്നല്ലോ. നിങ്ങൾ അതൊന്നും ചെയ്യാതെ നിങ്ങളൊരു 1-2 ദിവസം ഇരുന്ന് നിങ്ങൾ അങ്ങോട്ട് ആടി, മല കാനത്ത ആട്ടം നിങ്ങൾ ആടി, ആകെ തൂവാനം അടിക്കുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ രേഷ്മ പി തങ്കച്ചനൊക്കെ ആദ്യമേ മിസ്റ്റേക്ക് കാണിച്ചു, ചോർച്ച, ഋതപ്പൻ്റെ റൂമിൽ ചോർച്ച എന്നൊക്കെ പറഞ്ഞത് അങ്ങനൊന്നും ഇല്ല. എന്താണെങ്കിലും അതൊക്കെ പറഞ്ഞ് അവരവരുടെ സൈഡിൽ നിന്ന് ഒരു സൈഡിൽ കൂടെ കയറി വന്നപ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് നിന്നപ്പോൾ അത് അവസാനമായപ്പം പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെ സൈഡിലും നല്ല ഒന്നാന്തരം മിസ്റ്റേക്ക് ഉണ്ട്. അതവിടെ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തത് മാത്രമല്ല, ഈ കുടുംബത്തിനെ ഇപ്പോൾ ഈ വീടിൻ്റെ പേരും പറഞ്ഞ് ഇത്രയും ആളുകൾ തെറി വിളിക്കാനുള്ള കാരണത്തിൽ ഒന്ന് ചേട്ടാ ഫിറോസിക്ക നിങ്ങളാണ്. അത് നിങ്ങൾ സമ്മതിച്ചേ പറ്റുള്ളൂ, നിങ്ങൾ തന്നെയാണ്. 2 പേരുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ കുടുംബത്തെയും ഒരുപാട് എടുത്ത് സപ്പോർട്ട് ചെയ്യത്തൊന്നുമില്ല. കാരണം അവർക്കിത് മര്യാദയ്ക്ക് ഈ ഓൺലൈൻ മീഡിയയിൽ കൂടി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഇത്രയും വലിച്ചു കീറാതെ മാന്യമായിട്ട് ഇവർക്ക് ആ എടുത്ത വീഡിയോ, ഇപ്പം നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ആദ്യമേ ചെയ്ത് ഫിറോസിന് അയച്ചു കൊടുക്കണമായിരുന്നു, മൈൻഡ് ചെയ്തില്ല, പോലീസ് സ്റ്റേഷനിൽ പോവുക, എന്നിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല. ആ ഒരു അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇത് ചാടിക്കേറി അവരും ഓരോ പരിപാടികൾ കാണിച്ചു, ഇദ്ദേഹവും ചാടിക്കേറി ഒപ്പോസ് ചെയ്ത് നിന്നു. പക്ഷെ 2 പേരുടെ സൈഡിലും തെറ്റുകളുണ്ട്. നമുക്ക് ബാക്കി കേൾക്കാം. അത് ഒരു അബദ്ധമായിട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കാണ് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മളെപ്പോഴും വലിയ ആൾക്കാരാവുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ സ്വീകാര്യനാവുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴും അതിന് ക്ഷമ ചോദിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും ഞാൻ സുധിയുടെ കുടുംബത്തോട് ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു. പുറത്ത് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തത് ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. പിന്നെ രണ്ടാമത്തത് മതിലിൻ്റെ കാര്യം. ഞങ്ങൾ മതിൽ കെട്ടാൻ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ 6 അടിയോളം ഉയരത്തിലാണ് ആ വീടിൻ്റെ പ്ലോട്ടും തൊട്ടടുത്ത പ്ലോട്ടും നിൽക്കുന്നത്. അവിടെ ഞങ്ങൾ ആ ഒരു മതിൽ പോലും കെട്ടിയില്ലായിരുന്നെങ്കിൽ ഈ മഴയത്ത് ഒരു പക്ഷേ ആ വീടും ആ സ്ഥലവും ഒലിച്ചു പോകുമായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, 6 അടി ഉയരത്തിലാണ് അവരെ പ്ലോട്ട് നിൽക്കുന്നത്. അതും നമ്മുടെ സിനിമാ നടനും മിമിക്രി താരമൊക്കെയായ KS പ്രസാദ് ചേട്ടൻ്റെ ഒറ്റ നിർബന്ധത്തിനാണ് ആ മതിൽ അവിടെ കെട്ടിയത്. ഇന്നലെ പോലും ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങളാണ് പ്രസാദ് ചേട്ടാ എന്നെ കൊണ്ട് ആ മതിൽ കെട്ടിച്ചതെന്ന് പറഞ്ഞു. ഇനി എന്തായാലും അത് ആ മണ്ണൊലിച്ചു പോകാതെ ഇത്ര കാലം അത് സംരക്ഷിച്ചു. ഇപ്പോഴും സ്വന്തമായിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു സൈഡിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസിക്ക, ഇല്ലേ? എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്.
ഒരു സൈഡിലൂടെ നല്ല രീതിയിലുള്ള ന്യായീകരണം, മറ്റേ സ്വന്തമായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കുക. ചേട്ടാ ഫിറോസിക്ക, ഒരു മതിൽ നിങ്ങൾ വെച്ചു കൊടുത്തു. അതിപ്പം പ്രശാന്ത് പറഞ്ഞുകൊണ്ട് ആരും പറഞ്ഞിട്ടായിക്കോട്ടെ, ഇനി വേറെ ആരുടെയും തലയെ കൊണ്ട് വെക്കണ്ട. ആര് പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങളാണോ വെച്ചു കൊടുത്തത്? ആ മതിലിൻ്റെ അവസ്ഥയെ നമ്മൾ കണ്ടു. വിണ്ടലൊക്കെ വന്ന് കിടപ്പുണ്ട്. ഇത്രയും പെട്ടെന്ന്, ലൈക്ക് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാം. ഇത് ഇത്രയും പെട്ടെന്ന് ഒരു മതിലിലൊക്കെ വിള്ളൽ വരണമെങ്കിൽ നിങ്ങളത് തട്ടിക്കൂട്ടി ചെയ്തതല്ലേ? അത്രേ ഇവിടെ ചോദിക്കുന്നുള്ളൂ. അതങ്ങ് നിങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ഇതിപ്പം വെച്ചു കൊടുത്തിട്ട് അത് പൊളിഞ്ഞത് അവർ പറഞ്ഞത് എനിക്ക് പിടികിട്ടുന്നില്ല. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുക നിങ്ങളിപ്പോൾ ഇവിടെ. നിങ്ങളത് ചെയ്തു കൊടുത്ത് ഇപ്പം എന്തോ വലിയ പൊല്ലാപ്പായിട്ടൊക്കെയാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ പറ്റുന്നു? മറ്റൊരാൾ പറഞ്ഞിട്ടാണ് നിങ്ങളത് ചെയ്തു കൊടുത്താൽ വളരെ നല്ല കാര്യമാണ് ഒരു മതിലൊക്കെ വെച്ച് കൊടുക്കുന്നത്. പക്ഷെ അത് പൊളിഞ്ഞ ചേട്ടാ. സോ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനിൽ പിഴവുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ ആ ഒരു ലേഡിയെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തതൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു പോയിന്റ് ആയിരുന്നു ഇത്. കൺസ്ട്രക്ഷനിൽ പിഴവുണ്ട്, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. ഇതിപ്പോൾ അവസാനം വന്നിട്ട് മറ്റേ വലിയ മറ്റേ ഊഞ്ഞലും വേണ്ട, ഞാനത് പറയുന്നില്ല. ഈ ഒരു കാര്യത്തിൽ അത് ആ ഒരു വേർഡിങ് പറയുന്നില്ല. മനസ്സിലായില്ലേ? കുറേ പേർക്ക് മനസ്സിലായി കാണും. രണ്ടും കൂടെ ഒന്നിച്ച് വേണ്ട, ഉപദേശവും മറ്റേ പരിപാടി ഊഞ്ഞാലാട്ടലും കൂടെ, കേട്ടാ. അത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇപ്പം മറ്റേ മാപ്പൊക്കെ പറഞ്ഞ് നല്ല കുഞ്ഞായിട്ട് അങ്ങ് പോകാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കയ്യിൽ നിന്ന് പോയി തുടങ്ങി, എല്ലാം നമ്മൾ കണ്ടു. മാപ്പ് പറഞ്ഞതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കുടുംബം ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരു പരിപാടി കൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സാധനം വന്നു. നിങ്ങളത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാൻ നിന്നതിനകത്ത് ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബം തന്നെയാണ് ഫസ്റ്റ് വന്ന് സോഷ്യൽ മീഡിയ വഴി ഈ സാധനം എടുത്തിട്ട് അടിച്ചത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒപ്പോസിറ്റ് നിന്നേ പറ്റുള്ളൂ. ചെയ്തു, പക്ഷെ ആദ്യമേ തന്നെ വന്ന് നിങ്ങളിത് പറയണമായിരുന്നു. അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങളൊരു റിപ്ലൈ ആയിട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ആ വീട്ടിൽ പോയി നോക്കണമായിരുന്നു ഫിറോസിക്ക, അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന്. എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയണമായിരുന്നു. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. നിങ്ങൾ ആകെ തൂവാനം അടിച്ച ഫ്രണ്ടിലെ ഗ്രില്ലിൽ കൂടെ തൂവാനം അടിക്കുന്ന കാര്യം മാത്രമേ നിങ്ങൾ പറഞ്ഞുള്ളൂ. ബാക്കി ഒന്നും നിങ്ങളും നോക്കിയില്ല. നിങ്ങളുടെ ഭാഗത്തുള്ള പിഴവ് നിങ്ങൾ വന്നിരുന്ന മാധ്യമങ്ങൾ വഴി പറഞ്ഞതിൽ മാത്രമല്ല, നിങ്ങൾ പോയത് നോക്കിയില്ല. നമ്മളോടിപ്പോൾ നോക്കാൻ പറഞ്ഞാൽ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളല്ല ആ വീട് പണിഞ്ഞു കൊടുത്തത്. പക്ഷെ നിങ്ങളത് നോക്കണമായിരുന്നു. കാരണം നിങ്ങളാണ് ആ വീടിൻ്റെ കംപ്ലീറ്റ്ലി ഓൾ ഇൻ ഓൾ ആയിട്ട് നിന്ന് ചെയ്തത്. ബാക്കി കുറേ ആളുകളുടെ പേര് പറയുന്നുണ്ടല്ലോ, മറ്റേ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്ത് മറ്റൊരാൾ, ഇതെല്ലാം മറ്റാൾക്കാർ ഫ്രീ ആയിട്ട് ചെയ്തതാണെങ്കിലും ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചത് നിങ്ങളാണ്. സോ എന്താണെങ്കിലും നിങ്ങളെ തന്നെ എല്ലാവരും ചൂണ്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി എല്ലാം അറിഞ്ഞിട്ട് ആദ്യമേ സംസാരിക്കണമായിരുന്നു. നമുക്ക് ബാക്കി കേൾക്കാം. മുന്നോട്ടും അത് സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് അദ്ദേഹത്തിന് അതറിയില്ല. എന്തുകൊണ്ടാണ് ആ മതിലെങ്കിലും അവിടെ കെട്ടിയതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അത് കരിങ്കല്ലേറ്റ് കെട്ടണമെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മായിരിക്കാം അത്. പിന്നെ ഞങ്ങളവിടെ ബാക്കി മെയിൻ്റെനൻസ് എല്ലാം ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഓട് പാറിപ്പോയി എന്ന് പറഞ്ഞത് ഞാനൊരു മീഡിയ ചാനലിൽ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അതിന് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ ഓട് പാറിപ്പോയത് റൂഫിൻ്റെ ടോപ്പിൽ നിന്നല്ല, ഷെയ്ഡ് ഭാഗത്ത് വരുന്ന, അതായത് പ്രൊജക്ഷനുള്ള ഭാഗത്തു നിന്നാണ് 2 ഓട് ഇളകിയിരിക്കുകയാണ്, പാറിപ്പോയിരിക്കില്ല. അതെന്താ വെച്ചാൽ ശക്തിയായ കാറ്റ് ചെമ്മരിൽ വന്ന് അടിച്ച് ചെമ്മരിൽ നിന്ന് മേലോട്ട് എയർ കയറുമ്പോൾ ഓട് അടിയിൽ നിന്ന് തിക്കിയതാണ്. ഇത് ജസ്റ്റ് പോയിട്ട് ഒരു മേലെ കയറി ഒരു 5 മിനിറ്റ് പരിപാടി, അത് ജസ്റ്റ് ഇളക്കി വെച്ച് അത് പോകുന്നു. അതേപോലെ തന്നെ നമ്മൾ ഡിസൈനിലെ മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഫിറോസിക്ക, താങ്കൾ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടു, താങ്കളുടെ വർക്കുകളൊക്കെ, അതോ വേറെ ആരോ, എനിക്ക് തോന്നുന്നു ആ ഫാദറാന്ന് തോന്നുന്നു, ആരോ പറഞ്ഞു കേട്ടു നിങ്ങളുടെ വർക്കുകൾ മുടങ്ങുന്നു, നിങ്ങൾക്ക് വർക്കുകൾ കിട്ടുന്നില്ല. ഇങ്ങനൊരു വീഡിയോ വന്നതുകൊണ്ട് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ അങ്ങനെ ഒരു അലിഗേഷൻ കൊണ്ട് വന്നപ്പോൾ നിങ്ങളുടെ വർക്കുകൾ പോയി, നിങ്ങൾക്കതൊരു നെഗറ്റീവ് ഇമേജാണ് ഉണ്ടാക്കുന്നത്, മനസ്സിലാക്കാം. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ഇമേജിന് നിങ്ങൾ അർഹനല്ലേ? അല്ലേ? കാരണം നിങ്ങൾ ചെയ്യാത്ത കുറ്റമല്ലല്ലോ. നിങ്ങളുടെ കൺസ്ട്രക്ഷനകത്ത് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം നല്ല രീതിയിൽ. മതിലയിലെ മാത്രമല്ല, ആ ജിപ്സം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തൂവാനം അടിച്ച് കയറുന്ന പോട്ടെ, അതും സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൺസ്ട്രക്ഷനിലെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. നിങ്ങളൊരു വീട് പണിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അത്രയും ഹോള് ഫ്രണ്ടിൽ തന്നെ ആ ഗ്രില്ലിട്ടിട്ടാവുന്ന അടയ്ക്കാതിരിക്കുമ്പോഴത്തേക്ക് അതുവഴി നല്ല മഴയെ തകത്തടിച്ച് കയറും, തൂവാനം അടിച്ച് കയറും, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അതറിയാത്തൊരു കോൺട്രാക്ടറാണോ, ഒരു കൺസ്ട്രക്ഷൻ വർക്കറാണോ നിങ്ങൾ? ഇതാണ് ഈ ഒരു പ്രശ്നം ചോദിക്കുമ്പോഴാണ് നിങ്ങളെ ജോലിയെ ചോദ്യം ചെയ്യുന്നത്, ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നത്. ഈ ഒരു ചോദ്യചിഹ്നം വന്നുകൊണ്ടായിരിക്കും നിങ്ങൾ പെട്ടെന്ന് ചാടി കയറി റിയാക്ട് ചെയ്ത് പോയത്. പക്ഷേ ഈ റിയാക്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഇപ്പോൾ പണി മേടിച്ചു വെച്ചു. എനിക്കതാണ് പറയാനുള്ളത്.
ബാക്കി കുറച്ചും കൂടെ നമുക്കൊന്ന് കേൾക്കാം ഇദ്ദേഹം പറയുന്നത്. അതും എൻ്റെ മിസ്റ്റേക്കാണ്, ഞാനല്ല ഡിസൈൻ ചെയ്തത്, പക്ഷേ അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ആസ് എ എന്താ പറയുക, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോർഡിനേറ്റർ അല്ലെങ്കിൽ ഇത് നോക്കി നടത്തിയുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഡിസൈനിൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് അവിടെ ചാറ്റൽ മഴ അകത്തേക്ക് കയറിയത്. അത് തീർച്ചയായിട്ടും എൻ്റെ മിസ്റ്റേക്കാണ്, ഞാനതും അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനവിടെ പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊന്നും പറയാനില്ല, ഇത്രേ ഉള്ളൂ. ഈ അബദ്ധങ്ങൾ തുറന്ന് സമ്മതിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ഇഷ്യൂ വൈൻഡ് അപ്പ് ചെയ്യാണ്. അങ്ങനെ നൈസായിട്ട് തലയൂരി അല്ലേ, അബദ്ധങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട്. എല്ലാം നിങ്ങളുടെ അബദ്ധങ്ങളാണ് കംപ്ലീറ്റ്ലി. ഈ വിഷയത്തിൽ ആ കുടുംബത്തെ നാട്ടുകാർ കമന്റ് ഇട്ട് തെറി പറഞ്ഞു. ഒരുപാട് ആളുകൾ നിങ്ങളെ പൊക്കി പിടിക്കുന്നത് കണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തതായിരുന്നു ഒരു പരിധി വരെ. ഈ ഒരു കാര്യം, ഈ ഒരു കൺസ്ട്രക്ഷന്റെ പിഴവ് ചൂണ്ടിക്കാണിക്കുമെങ്കിലും ഞാൻ പറയുമായിരുന്നു, ഓക്കെ മനസ്സിലാകും നിങ്ങളുടെ ഒരു അവസ്ഥ. ഇവർ വന്നിങ്ങനെ പബ്ലിക്കലി പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ബുദ്ധിമുട്ടാവും. ഇതെല്ലാം നമ്മളും പറഞ്ഞു കാണിക്കുക. പക്ഷെ എല്ലാവരെയും പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത് അല്ലേ. ഇപ്പൊ തന്നെ എന്താ പറയുന്നു, ഡിസൈൻ്റെ വർക്ക്, ആ ഫ്രണ്ടിൽ മറ്റേ ഗ്രില്ലിലൂടെ വെള്ളം അടിച്ച് കയറ്റുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരരുതായിരുന്നു. ഇപ്പൊ ഇവർ തന്നെ പറയുന്ന കേട്ടല്ലോ, നിങ്ങളും പറഞ്ഞിട്ടില്ലേ, ഫ്ലവേഴ്സ് ചാനൽ വീട് വെച്ച് കൊടുക്കാൻ നിന്നതായിരുന്നു. അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഏൽപ്പിച്ച് ചിലപ്പോൾ ചെയ്തു കൊടുത്തേനെ. നിങ്ങൾ മുന്നോട്ട് വന്ന് ചെയ്തതിനെ ഞാൻ വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്, വളരെ നല്ല കാര്യം. പക്ഷെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളൊരു സെൻസിൽ അങ്ങനെ വെച്ചുകൊണ്ട് അതിനകത്തൊരു കോംപ്രമൈസ് ചെയ്യരുതായിരുന്നു നിങ്ങളുടെ കൺസ്ട്രക്ഷൻ വർക്കിൽ. കാരണം അത് നിങ്ങളുടെ ഒരു എന്നേക്കും നിങ്ങൾക്കുള്ളൊരു പിഴവായിട്ട് മാറിയില്ലേ, ഇതിപ്പം നിങ്ങൾക്ക് തന്നെ നെഗറ്റീവായിട്ട് മാറിയില്ലേ. പക്ഷെ ആ വീട് ഏറ്റവും ക്വാളിറ്റിയിൽ നിങ്ങൾ ചെയ്തു കൊടുത്തായിരുന്നെങ്കിൽ എന്നും നിങ്ങൾക്കതൊരു മുഖമുദ്രയായിട്ട് മാറിയേനെ, നിന്നേനെ എന്നും. കാരണം കൊല്ലം സുധിക്ക് ഒരു നല്ല വീട് വെച്ചു കൊടുത്തു എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് എന്നും ഉണ്ടായേനെ. ഇതിപ്പോൾ കൊല്ലം സുധിക്ക് വെച്ചു കൊടുത്ത വീടിൽ മാത്രം നിങ്ങൾ കൃത്രിമം കാണിച്ചു എന്നുള്ളൊരു പേരായി മാറിയില്ലേ. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വരുള്ളൂ. കാരണം നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എല്ലാം പോട്ടെ, നിങ്ങൾ എന്നിട്ട് ആദ്യമേ ഇതെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ടിരുന്നു. തുടക്കത്തിൽ തന്നെ അവർ ഈ ഒരു വീടിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട എന്താണ് മറ്റേ രേഷ്മ പി തങ്കച്ചൻ, മറ്റേ പേര് എനിക്ക് വരുന്നത്, ക്ഷമിക്കുക, രേഷ്മ പി തങ്കച്ചൻ അങ്ങനെ ഒരു വീഡിയോ മീഡിയക്കാരെ കൊണ്ട് അങ്ങോട്ട് പറയിപ്പിച്ച് ചോദിപ്പിച്ചിട്ട് ചെയ്തതാണെങ്കിൽ പോലും ആ ഒരു സാധനം വന്നപ്പോഴേ താങ്കൾ ഇങ്ങനെ വന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പരിപാടി അവിടെ തീർന്നേനെ. പക്ഷേ 2-3 ദിവസം നമ്മൾ ഒപ്പോസ് ചെയ്ത് നിന്നു അതിനെ. അവസാനം എന്താ, അവരൊരു വീഡിയോ ഇട്ട് എല്ലാം കാണിച്ചു തന്നപ്പം ചേട്ടൻ തന്നെ വന്ന് മാപ്പ് അപേക്ഷിക്കുന്നു. ഈ മാപ്പപേക്ഷയാണ് ചേട്ടാ ഏറ്റവും വലിയ മോശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.